ഹായ്, നല്ലൊരു മില്ലറ്റ് നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വായോ, വീഡിയോ മുഴുവനായിട്ട് കാണാൻ മറക്കല്ലേ. ആദ്യം വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഗാർലിക്കാണ് കട്ട് ചെയ്യുന്നത്. ഒരു 4-5 ക്ലോവ്സ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗാർലിക്ക് സ്കിപ്പ് ചെയ്യാം, ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി നമുക്കൊരു ഒനിയൻ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം. ഇനി ഒരു മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ നീളത്തിലാണ് നമ്മൾ അരിയുന്നത്. ചെറിയ പീസസ് ആയിട്ട് നീളത്തിൽ ലോങ് സൈസിൽ അരിഞ്ഞെടുക്കാം. ഇതിൽ നിറയെ അത്യാവശ്യം കൂടുതലായിട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ സ്പ്രിംഗ് ഒനിയൻ ആണ് എടുക്കുന്നത്. അതും ഇതുപോലെ തന്നെ ലോങ് സൈസിൽ എടുക്കുക. ഞാൻ ഇതിലൊരു 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുക്കുക. ഞാൻ വീഡിയോ കുറച്ച് ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത്, കാരണം വീഡിയോ അല്ലെങ്കിൽ ഒരുപാട് ലോങ് ആയി പോകും. ഇനി എടുക്കുന്നത് ബീൻസാണ്. ബീൻസും ഇതുപോലെ തന്നെ ചെരിച്ച് പിടിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീളത്തിൽ അരിഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന വെജിറ്റബിൾസൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ എല്ലാം നീളത്തിൽ അരിയുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇതിലേക്ക് ഞാനിതാ ക്യാബേജ് നീളത്തിൽ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് ബ്രോക്കോളിയാണ്. അപ്പോൾ ബ്രോക്കോളി എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല, ഇത് ഓപ്ഷനിലാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കട്ട് ചെയ്ത് ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ല ചൂടുള്ള വെള്ളമാണ്, തിളച്ച വെള്ളമാണ്. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ക്യാപ്സിക്കമാണ്. ഞാനിപ്പോൾ 3 കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ കയ്യിലുള്ളത് അത് ചേർത്താൽ മതിയാവും. ക്യാപ്സിക്കം ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസസ് ഒന്നും നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ഈ ഒരു കമ്പനിയുടെ മില്ലറ്റ് നൂഡിൽസാണ് യൂസ് ചെയ്യാറ്. ഇതിൻ്റെ ഉള്ളിലൊരു മസാലയുടെ പാക്കറ്റ് ഉണ്ടാവും. ഞാൻ ആ മസാല യൂസ് ചെയ്യാറില്ല, നൂഡിൽസ് മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഫുള്ളായിട്ട് വേണ്ട, ഇതിൻ്റെ ഒരു പകുതി അളവിൽ മതിയാവും. ഞാൻ എപ്പോഴും നൂഡിൽസ് ഉണ്ടാക്കുന്ന സമയത്ത് വെജിറ്റബിൾസ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ ചൈനീസ് ഡിഷസൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ നല്ലെണ്ണ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നൂഡിൽസ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എപ്പോഴും നൂഡിൽസ് വേവിക്കാനായിട്ട് വെക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക. കൂടുതലായിട്ട് വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു സ്റ്റെയിനറിലേക്ക് മാറ്റാം. ഇനി കുറച്ച് നല്ല തണുത്ത വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുഴഞ്ഞു പോകും. അത് ഞാൻ കുറച്ചുകൂടെ വലിയൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നല്ലെണ്ണ തന്നെയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഗാർലിക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒനിയൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് തോന്നും. ഞാൻ ഒരുപാട് വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഫാസ്റ്റാക്കി ചെയ്തിട്ടുള്ളതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഒരുപാട് ബ്രൗൺ കളറായി വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒനിയൻ നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതിയാവും. ഇനി അതിലേക്ക് നമ്മുടെ ക്യാപ്സിക്കം ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൽ തീയുടെ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഈ നൂഡിൽസ് ചെയ്തെടുക്കുന്നത്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഇളക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 2 സ്പൂൺ യൂസ് ചെയ്യാം. എന്നാലും നമുക്ക് പ്രോപ്പറായിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നല്ല രീതിയിൽ അത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഗ്യാസ് കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല, ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി അതിലേക്ക് ബ്രോക്കോളി, നമ്മൾ നേരത്തെ പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുള്ള ബ്രോക്കോളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വളരെ പെട്ടെന്നാകും. അതിലേക്ക് കുറച്ച് സാൾട്ടും പെപ്പറുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ആവശ്യത്തിന് ഓവറായി പോകരുത്. 1/2 ടീസ്പൂൺ അളവിൽ സാൾട്ടും 1/2 ടീസ്പൂൺ അളവിൽ പെപ്പറുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്നാവും, ഒരുപാട് കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. നൂഡിൽസ് ആയതുകൊണ്ട് തന്നെ ഒരു ഹാഫ് കുക്ക് മതിയാകും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് വെജിറ്റബിൾസ് എല്ലാം നമ്മൾ കട്ട് ചെയ്യുന്ന ഒരു ടൈം മാത്രമേ നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് എടുക്കുകയുള്ളൂ. ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് 2ആയിട്ട് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെജിറ്റബിൾസ് നന്നായിട്ട് ഈ ഇളക്കിയെടുക്കുന്ന സമയം കൊണ്ട് തന്നെ അപ്പുറത്തെ അടുപ്പിലേക്ക് നമുക്ക് നൂഡിൽസ് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ അടി കട്ടിയുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ചെയ്യുന്ന സമയത്ത് അടിയിൽ കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. നൂഡിൽസ് ആയതുകൊണ്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ 2 തവി വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഇതിൽ കൂടുതലായിട്ട് വെജിറ്റബിൾസ് ഉള്ളതുപോലെ തോന്നാം, പക്ഷേ ഒന്നും കൂടി വാടി കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളും. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വെജിറ്റബിൾസ് കൂടുതലായിട്ടുള്ളത് കൊണ്ടാണ് 1/2 ടേബിൾ സ്പൂൺ അളവിൽ എടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കുറഞ്ഞ അളവിൽ ചേർത്താൽ മതിയാകും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ചില്ലി സോസും എടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ടൊമാറ്റോ സോസോ വേറെ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തേക്കും യോജിപ്പിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ നൂഡിൽസ് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതിയാവും. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.